സർ എന്താണെന്നറിയില്ല, ഭയങ്കര സ്ട്രെസ്സായി ഇപ്പൊ. മര്യാദക്ക് ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയോ? മാത്രമല്ല മുടി കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അതിന്റെ ടെൻഷൻ വേറെയും. എന്നാൽ ഈ സ്ട്രെസ്സിന് ഒരു കാരണവും എനിക്ക് തോന്നുന്നില്ല. ഇത് ഈ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു സ്ത്രീയുടെ പരാതിയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ സ്ട്രെസ് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ മേല് കൈവേദനിക്കുക, ഓവർ തിങ്കിങ് ഉണ്ടാവുക, മുടി കൊഴിച്ചിലുണ്ടാവുക, ഒഴിച്ചുകൂടാനാവാത്ത ശരീരവേദന, ഇതൊക്കെ നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാരണം വൈറ്റമിൻ ഡിയുടെ കുറവാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ആളുകളുടെ ഏറ്റവും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നവും വൈറ്റമിൻ ഡിയുടെ കുറവാണ്. എന്താണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്? അത് നമ്മൾ പേര് കേൾക്കുന്നത് പോലെ അതൊരു വിറ്റാമിൻ അല്ല, മറിച്ച് അതൊരു പ്രോ ഹോർമോണാണ്. അതായത് മറ്റ് വിറ്റാമിനുകൾ നമുക്ക് പുറത്തു നിന്ന് ഭക്ഷണത്തിലൂടെയും എടുക്കാമെങ്കിൽ ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അത് ശരീരം തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതിന് പ്രധാനമായിട്ടും വേണ്ടത് സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ളത്. അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടിയല്ലോ എന്തുകൊണ്ട് വൈറ്റമിൻ ഡി കുറയുന്നു എന്നുള്ളത്. വീടുകളിലായിട്ട് ഓഫീസുകളിലാവട്ടെ ആളുകൾ പുറത്തിറങ്ങുന്നില്ല. മാത്രമല്ല AC റൂമിലുള്ള കൂടുതൽ സമയം ചെലവഴിക്കുന്നു. അവരുടെ വസ്ത്രധാര രീതിയിലുള്ള പ്രത്യേകത, പ്രത്യേകിച്ച് സ്ത്രീകളില് അവര് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, അത് മുഖസൗന്ദര്യത്തിന് നല്ലതാണെങ്കിൽ പോലും അത് സൂര്യപ്രകാശത്തെ ശരീരത്തെ ഏൽക്കുന്നത് തടഞ്ഞു നിർത്തുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയെ പരിഗണിക്കണം, ഇല്ലെങ്കിൽ അത് മനസ്സിനെയാണ് കൂടുതൽ ബാധിക്കുന്നത്. ഇനി ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. സ്ത്രീ പുരുഷ ഭേദമന്യേ, പ്രായഭേദമന്യേ ആർക്കും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടായേക്കാം. എന്നാൽ സ്ത്രീകളില് അത് മെനോപോസ് ആവട്ടെ, പ്രസവമാവട്ടെ, ഒരുപാട് ഹോർമോണുകളുടെ വ്യതിയാനം അവരില് ഇത്തരത്തിലൊരു വൈറ്റമിൻ ഡിയുടെ കുറവ് പ്രകടമായി ബാധിക്കുക തന്നെ ചെയ്യും. ഇനി ഇത് മാറ്റിയെടുക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 10 മണിക്കും 3 മണിക്കും ഇടയിലുള്ള വെയില് ഒരു 10-15 മിനിറ്റ് കൊള്ളുക, എല്ലാ ദിവസവും കൊണ്ടുകൊണ്ടേയിരിക്കുക. എന്നാൽ തന്നെ വൈറ്റമിൻ ഡിയിൽ വലിയ മാറ്റം ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുകയും അതിനുള്ള മെഡിസിൻ എടുക്കുകയും ചെയ്യുക. വൈറ്റമിൻ ഡി നിങ്ങൾക്ക് കുറയുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ഈ പേജ് ഫോളോ ചെയ്യുകയും നമ്മളോടൊപ്പം നിൽക്കുകയും ചെയ്യുക.